കളഞ്ഞു പോവുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്യുന്ന മൊബൈൽ ഫോണുകൾ തിരിച്ചു ലഭിക്കില്ല എന്നതാണ് പലരുടെയും അനുഭവം. എന്നാൽ എനിക്ക് വ്യത്യസ്തമായ അനുഭവമാണ് കോഴിക്കോട് നിന്നും പറയാനുള്ളത്. ഇന്നലെ വൈകുന്നേരം 9 മണിയോടെ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് എൻ്റെ മൊബൈൽ ഫോൺ കോഴിക്കോട് ബീച്ചിന് സമീപത്ത് വെച്ച് കാണാതാവുന്നത്. ഈ ഫോൺ നഷ്ടപ്പെട്ട ഉടൻ തന്നെ ആ ബീച്ചിൻ്റെ സമീപ പ്രദേശത്ത് വിശദമായ രീതിയിൽ പരതി നോക്കിയെങ്കിലും അല്ലെങ്കിൽ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ പറ്റിയില്ല. ആ ഫോണിലേക്ക് പലതവണ കോളുകൾ വിളിച്ചു. ഞാനും എൻ്റെ സുഹൃത്തുക്കളും അടക്കമുള്ളവർ പലതവണ കോളുകൾ വിളിച്ചെങ്കിലും കോളുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവില്ല. അതിനുശേഷം പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് മോഡിലേക്ക് മാറുകയും ചെയ്തു. രാത്രി തന്നെ വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകിയെങ്കിലും യാതൊരു പുരോഗതി ഇതുമായി ബന്ധപ്പെട്ടുമുണ്ടായില്ല. പിന്നീട് ഇന്ന് രാവിലെയാണ് ഒരു സുഹൃത്തിൽ നിന്നും ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മൊബൈൽ ഫോൺ ടെക്നീഷ്യന്മാരുടെ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയുടെ ഭാരവാഹികളെ ഇക്കാര്യം ഞാൻ അറിയിക്കുകയും എൻ്റെ പേരും മൊബൈൽ ഫോൺ നമ്പറും ഒപ്പം ഈ ഫോണുകളുടെ IMEI നമ്പറുകളും ശേഖരിക്കുകയും ചെയ്തു. അതിനുശേഷം ഇവർക്ക് കൈമാറി അവർ കേരളത്തിലുള്ള മുഴുവൻ ഈ ടെക്നീഷ്യന്മാരുടെയും മിസ്സിംഗ് ഫോണുകൾ കണ്ടെത്താനുള്ള ഒരു കൂട്ടായ്മയിലേക്ക് ഈ നമ്പർ അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിനുശേഷം ഈ കോഴിക്കോട് നഗരത്തിൽ തന്നെയുള്ള ഗൾഫ് ബസാർ എന്ന ഈ ഒരു ബാസാറിലേക്ക് ഇവിടെ നിരവധി 200-ലധികം മൊബൈൽ ഫോൺ കടകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടേക്ക് ഒരാൾ ഈ ഫോൺ വിൽക്കാൻ എത്തുകയുണ്ടായി. അതിനുശേഷം ഈ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടത് കണ്ടെത്താനുള്ള ഗ്രൂപ്പിൽ നിന്നും ലഭിച്ച ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ഈ നമ്പർ വന്ന സാഹചര്യത്തിലാണ് ഈ കടയിലേക്ക് ഇയാൾ വിൽക്കാനെത്തിയത്. ഈ വിൽക്കാനെത്തിയ ശേഷം ഈ കടയിലെ ടെക്നീഷ്യൻ ആ മൊബൈൽ ഫോണിന്റെ IMEI നമ്പർ പരിശോധിക്കും. അത് എൻ്റെ ഫോണാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്തായിരുന്നു രാവിലെ സംഭവിച്ചത്? അയാൾ വന്നപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്? അയാൾ വന്നപ്പോൾ അയാൾക്ക് ലോക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. അയാൾ ഓൾറെഡി പാസ്വേഡ് ലോക്ക് ഉണ്ട്, അയാൾക്ക് ലോക്ക് കാര്യങ്ങൾ അറിയില്ല. പിന്നെ അയാളുടെ കയ്യിൽ ID പ്രൂഫ് കാര്യങ്ങളില്ല. പിന്നെ നമ്മൾ ലോക്ക് ചോദിച്ചപ്പോൾ അയാൾ ഒരു തപ്പിക്കളിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഡൗട്ട് പിടിക്കുമ്പോഴാണ് ഞാൻ നമ്പർ ചെക്ക് ചെയ്തത്. അപ്പോൾ ഓൾറെഡി രാവിലെ 10 മണിക്ക് തന്നെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഫോൺ മിസ്സായതാണ്, സ്ഥലം ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ മിസ്സായിരുന്നു. അപ്പോൾ തന്നെ കറക്റ്റ് മുതലാണ് നമുക്ക് കൺഫേം ആയി. അപ്പോൾ തന്നെ നമ്മൾ പ്രസിഡന്റ് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമുക്കാണ് കസ്റ്റമറെ വിളിച്ചത്, സ്റ്റേഷനിലേക്ക് വിളിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് പോലീസ് എത്തി, ഫോൺ കിട്ടി, ആളെ കൊണ്ടുപോയി. എന്നാലും വളരെ പെട്ടെന്നാണ്. കാരണം 10 മണിക്ക് ഗ്രൂപ്പിൽ വരുന്നു, 10:20 ആയപ്പോഴത്തേക്ക് ഈ കടയിൽ ഈ ഫോൺ വിൽക്കാനായി ഈ ഫോണുമായി ആളെത്തുന്നു. വളരെ പെട്ടെന്ന് തന്നെ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയുകയും എന്നെ പിന്നീട് വിളിച്ചറിയിക്കുകയുമാണ് ചെയ്തത്. എന്തായാലും ഈ സംഘടന മൊബൈൽ ടെക്നീഷ്യൻ അസോസിയേഷൻ്റെ ഒക്കെ പ്രസിഡന്റ് തന്നെ നമ്മോടൊപ്പം ഉണ്ട്. ഇത് എന്താണ് ഈ സംവിധാനം, എങ്ങനെയാണ് ഈ സംവിധാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഫോണുകൾ കണ്ടെത്താൻ കഴിയുന്നത്? ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഓൾ കേരള മിസ്സിംഗ് ഫോൺസ് ഗ്രൂപ്പ് തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ 600ഓളം മെമ്പർമാർ അതിൽ ഓൾറെഡി അംഗങ്ങളായിട്ടുണ്ട്. അതിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ മൊബൈൽ ഫോൺ കച്ചവടം ചെയ്യുന്ന ആളുകളും ടെക്നീഷ്യൻസും അതുകൂടാതെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, RPF, ഇതെല്ലാം മൊബൈൽ ഫോൺ ഏതൊക്കെ ഭാഗങ്ങളിൽ മിസ്സാവാൻ ചാൻസ് ഉണ്ടോ അവിടെ നിന്നൊക്കെയുള്ള ആളുകളെ ഇതിൽ കണക്ട് ചെയ്തിട്ടാണ് ഈ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഫോൺ പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ മിനിറ്റുകൾക്കകം തന്നെ ഫോണ് വിൽക്കാൻ വരുമ്പോൾ ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും കൂടുതൽ അപ്ഡേറ്റ് ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങൾ നടത്താനുള്ള ആലോചനയിലാണ് ഞങ്ങൾ. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഫോൺ പിടിക്കാൻ പറ്റും. ഇതോടനുബന്ധിച്ച് ഒരുപാട് കേസുകളും തെളിയാത്ത കേസുകളും ഈ ഫോണിന്റെ കൂടെ മറ്റ് പല കാര്യങ്ങൾ നഷ്ടപ്പെട്ടതും ഒക്കെ ഞങ്ങൾക്ക് ഇതിലൂടെ നമുക്ക് എടുക്കാൻ പറ്റും. അത് വലിയൊരു കാര്യം തന്നെയാണ് ഈ ഒരു ഗ്രൂപ്പിനെ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. കാരണം ഈ മിസ്സായ ആളുകൾക്ക് തന്നെ വളരെ സന്തോഷത്തോടാണ് അവർ ഈ ഫോൺ കിട്ടിയെന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിക്കുമ്പോൾ അവരുടെ പ്രതികരണം. കാരണം ഒരു ഫോണ് മിസ്സായി കഴിഞ്ഞാൽ ഒരു ജീവിതത്തിന്റെ ഒരു 80% ഭാഗം ഫോണിലൂടെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് ഈ ആളുടെ ഫോൺ ഡാറ്റാസ് അടക്കം അവർക്ക് തിരിച്ചു കിട്ടുക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗം ഞങ്ങളും ആവാന്ന് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. ഈ IMEI നമ്പറുകൾ നോക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ആ നമ്പർ അടക്കമല്ലേ? തീർച്ചയായിട്ടും. നമ്മളിപ്പോ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ ആവട്ടെ, ഒരു പുതിയ ഫോൺ ആവട്ടെ, ഇത് പൊതുജനങ്ങളോട് പറയുന്ന ഒരു നിർദ്ദേശമാണ്. കാരണം പുതിയ ഫോൺ ആവട്ടെ, സെക്കൻഡ് ഹാൻഡ് ഫോൺ ആവട്ടെ, വാങ്ങിയ ഉടനെ ഒന്നെങ്കിൽ അതിന്റെ ബോക്സ് എടുത്ത് വെക്കുക. ഈ ബോക്സ് ഇല്ലാത്ത ഫോണുകളാണെങ്കിൽ അതിന്റെ IMEI നമ്പർ വേറൊരു സ്ഥലത്ത് എഴുതി വെച്ചിട്ട് സൂക്ഷിക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഫോണ് ഇനിയിപ്പം പോലീസിൽ നിന്നായാലും ശരി, ഞങ്ങളെ ഈ മാർക്കറ്റിൽ നിന്നായാലും ശരി, ഫോൺ തിരിച്ചു കിട്ടണമെങ്കിൽ IMEI നമ്പർ നിർബന്ധമാണ്. കാരണം ഒരുപോലത്തെ ഫോണ് ഒരുപാടുണ്ടാവും. അപ്പോൾ ഈ IMEI നമ്പർ വെച്ചിട്ട് ഞങ്ങൾക്ക് ട്രേസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അത് എടുത്തു വെച്ചിട്ട് ആ IMEI നമ്പർ ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ ഗ്രൂപ്പിൽ ഞങ്ങൾ ഇടുന്നതാണ്. ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫോൺ വിൽപ്പനയ്ക്ക് വന്നാൽ ആദ്യം ഏതൊരു ഷോപ്പുകാരനും ആ IMEI നമ്പർ ഈ മിസ്സിംഗ് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അതിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിലറിയാൻ പറ്റും ഇത് ഇന്ന സ്ഥലത്ത് നിന്ന് പോയതാണ് എന്നുള്ളത് അതിൽ അറിയാൻ പറ്റും. അതിനിപ്പം കേരളത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് പോയി കഴിഞ്ഞാലും ഞങ്ങൾക്ക് അറിയാൻ പറ്റും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇത് മറ്റു കുറ്റകൃത്യങ്ങളും ഒക്കെ ഒപ്പം വരുന്നുണ്ടല്ലേ ഈ ഫോൺ പിടിക്കുന്ന? അതെ, ഇപ്പോ ഒരു കഴിഞ്ഞ മാസം തന്നെ ഒരു കൊച്ചു പയ്യനാണ്, ഒരു 15 വയസ്സ് കാണും.
അവൻ വന്നിട്ട് 2 വള കൊണ്ടുവന്നു, സ്വർണ്ണ വള കൊണ്ടുവന്നിട്ട് അവനൊരു ഐഫോൺ വേണം എന്ന് പറഞ്ഞിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ ആദ്യം മലബാറിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തു, അത് സംഗതി ഒറിജിനലാണ്. അപ്പോൾ തന്നെ സ്റ്റേഷനിൽ അറിയിച്ചു, സ്റ്റേഷനിൽ അറിയിക്കുകയും അവരെ വീട്ടുകാരെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ വീട്ടുകാർ വന്ന് ചെക്ക് ചെയ്ത സമയത്ത് അവരുടെ ബന്ധു വീട്ടിൽ നിന്ന് മോഷ്ടിച്ച വളയായിരുന്നു അത്. കുട്ടികളാണല്ലോ, അതുകൊണ്ട് അവരുടെ രക്ഷിതാക്കളുടെ കൂടെ വിടുക ചെയ്തത്, അത് കേസ് നോക്കാതെ അതങ്ങനെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പല കേസുകളിലും ഇപ്പോൾ നമ്മൾ എന്താ പറയുക, കസബ സ്റ്റേഷനിൽ ആണെങ്കിലും നമ്മുടെ ടൗൺ സ്റ്റേഷനിലൊക്കെ ആണെങ്കിലും ഒക്കെ നമ്മൾ പല കേസുകളിലും നമ്മൾ ഇവിടെയുള്ള ടെക്നീഷ്യന്മാർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അടുത്ത് തന്നെ ഒരു പുതിയ കിണറിൽ വീണ് മരിച്ച ഒരാളുടെ ബോഡി കിട്ടിയിട്ട് ആളെ തിരിച്ചറിഞ്ഞില്ലായിരുന്നു. അത് ആ ഫോൺ 3 ദിവസം വെള്ളത്തിൽ കിടന്നുകൊണ്ട് അതൊന്നും ഡാറ്റ ഒന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അതിവിടെ കൊണ്ടുവന്നു, ഞങ്ങൾ അത് അഴിച്ച് അതൊന്നും ഡാറ്റ എടുത്തു കൊടുത്തു അവർക്ക്. അങ്ങനെ അതിന്റെ ആളെ കണ്ടെത്താൻ പറ്റി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. അതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒരു ഫോൺ നഷ്ടപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടത്? ഈ സാധാരണ ആൾക്കാർ എന്ത് ചെയ്യണം? പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം? നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഇതെന്ന് വെച്ചാൽ നമ്മൾ കുറേ നെറ്റ്വർക്കിംഗ് ഉണ്ട്, എല്ലാ സർവീസ് സെൻ്ററായിട്ടും മൊബൈൽ ഷോപ്പായിട്ടും. അവിടെ ഇതിൻ്റെ IME നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ നെറ്റ്വർക്കിൽ കേരളത്തിൻ്റെ എല്ലാ ജില്ലയിലും ഈ IME വായിപ്പിക്കും. അപ്പോൾ നമ്മളെ ഈ സർവീസ് സെൻ്ററിലും ഷോപ്പിലൊക്കെ വിൽക്കാനോ പലതിനും കൊണ്ടുവരുമ്പോൾ നമുക്കിത് ട്രേസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഉടനെ തന്നെ നമ്മളത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ല, എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം ഒരാൾ ഫോൺ നഷ്ടപ്പെട്ടാൽ അവിടുത്തെ ഒരു പ്രാദേശിക തലത്തിലായാലും ഒരു ടെക്നീഷ്യനെ ബന്ധപ്പെട്ടാൽ മതിയാവും അല്ലെ? അവർക്ക് തീർച്ചയായിട്ടും ആദ്യം ചെയ്യേണ്ടത് നിർബന്ധമായിട്ടും നമ്മൾ ഏതൊരു കാര്യം നഷ്ടപ്പെട്ടാലും ചെയ്യുന്ന പോലെ തൊട്ടടുത്ത് എവിടുന്നാണോ ഫോൺ മിസ് ചെയ്ത് ആ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുക. എന്നതിന് ശേഷം ആ IME നമ്പറിന്റെ ഒരു കോപ്പി ഒന്നുകിൽ എഴുതിയിട്ടോ അല്ലെങ്കിൽ പ്രിന്റ് എടുത്തിട്ടോ തൊട്ടടുത്തുള്ള മൊബൈൽ കടകളിലോ ടെക്നീഷ്യൻസിന്റെ സർവീസ് സെന്ററുകളിലോ കൊണ്ടു കൊടുത്താൽ അവര് ഈ ഗ്രൂപ്പിൽ ഇട്ടോളും. ഇട്ട് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ ഓൾ കേരള ഇത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ എളുപ്പം. പിന്നെ നമ്മൾ ഈ ഗ്രൂപ്പിൽ ഇടുന്ന സമയത്ത് പ്രത്യേകം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫോട്ടോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ IME നമ്പർ സെർച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ അത് പ്രത്യേകം പറയുന്നത് എന്താ വെച്ചാൽ ടൈപ്പ് ചെയ്തിട്ട് ഇടാൻ. ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് നമുക്കത് നമ്പർ ടൈപ്പ് ചെയ്താൽ തന്നെ ഇപ്പൊ ഒരു 3 മാസം മുന്നേ ഉള്ള മിസ്സിംഗ് കാര്യമാണെങ്കിൽ പോലും നമ്മൾ IME ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് മുന്നിലേക്ക് വരും. അപ്പൊ ഞങ്ങൾക്ക് പിടിക്കാൻ വളരെ സുഖമാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഈ ഫോൺ നഷ്ടപ്പെടുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുക. മറ്റൊന്ന്, ഏറ്റവും അടുത്ത മൊബൈൽ ഷോപ്പുകൾ അല്ലെങ്കിൽ മൊബൈൽ ടെക്നീഷ്യന്മാരുടെ പക്കൽ IME നമ്പർ അടക്കം വിശദാംശങ്ങൾ നൽകുക. ഇതിനുശേഷം അവർ ദിവസങ്ങളോളം, ചിലപ്പോൾ 1-2 ആഴ്ചകൾ കഴിഞ്ഞാൽ, ചിലപ്പോൾ 1-2 മാസങ്ങൾ കഴിഞ്ഞാവാം ഈ ഫോണുകൾ കണ്ടുപിടിക്കാൻ പറ്റും. ഈ മോഷണമാണ് ലക്ഷ്യമെങ്കിൽ അത് കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. കോഴിക്കോട് നിന്നും കൊണ്ടുപോയി കൊച്ചിയിൽ വിൽക്കുന്ന ഫോണുകളും കാസർഗോഡും കണ്ണൂരും ഒക്കെ വിൽക്കുന്ന ഫോണുകളും കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് എത്തിക്കുന്ന ഫോണുകളും ഒക്കെ ഇത്തരത്തിൽ പിടിക്കുന്നുണ്ട്. എന്തായാലും ഒരു മാസം 30 മുതൽ 50 വരെ ഫോണുകൾ ചുരുങ്ങിയത് ഇവിടെ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോൺ നഷ്ടപ്പെടുന്നവർ വളരെ പെട്ടെന്ന് ആദ്യത്തെ സുവർണ്ണ മണിക്കൂറുകളിൽ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കൃത്യമായി നിങ്ങളുടെ ഫോണുകൾ തിരികെ ലഭിക്കും.